अब जो खबर मैं आपको दिखाने जा रहा हूँ वो बहुत ही खास है। मैं एक ऐसी घटना के बारे में बताऊंगा जो इस इलाके में कभी नहीं हुई और यहाँ चारों तरफ भगदड़ मची हुई है। इस वक्त मैं जहाँ खड़ा हूँ वहाँ पर हाइना की हलचल है। इस पूरी घटना के बारे में हम लगातार सैफरॉन टीवी से बने हुए हैं। आसपास के गांव वाले भी यहाँ पर इकट्ठा हो रहे हैं। पता नहीं वो हाइना किसके साथ क्या करेगा। ജോഷി സത്യം ഞാൻ പാർത്ഥിവിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഹിസ് ഫോൺ ഈസ് നോട്ട് റീച്ചബിൾ. അവൻ എവിടെയുണ്ട്? എനിക്ക് തോന്നുന്നത് അവൻ സിദ്ധുവിനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയതായിരിക്കും. നീ വേണമെങ്കിൽ സിദ്ധുവിന്റെ ഫോണിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്ക്. അത് വണ്ടി തന്നെ ഉള്ളത്. If he gets in touch, please ask him to call. उधर ठीक से हैंडल करो. उधर एक बैरिकेड लगाओ. जल्दी करो. Kumar, सर, what the hell is happening? सर, यहाँ कुछ भी ठीक नहीं है. സർ ഇവിടെ ഒന്നും ശരിയല്ല സർ. ഇങ്ങനെ പോയ ഒരുപാട് പേർക്ക് പരിക്കും. ആരെ അയച്ചിരിക്കുന്നത്? വൈൽഡ് ലൈഫ് എസ്പൈസ് ടീമിൽ നിന്ന് എക്സ്പേർട്സ് 2 പേർ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് അവർ ഹാൻഡിൽ ചെയ്തെല്ലാം ചീറ്റയാണ്. പക്ഷെ ഇപ്പൊ ഹൈനെ വന്നിരിക്കുന്നത്. ആർക്കും ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല സർ. പാർത്ഥിവ, we have a situation. It's an emergency. തനിക്കൊന്ന് വേഗം വരാൻ പറ്റും? ഓൾറൈറ്റ്, ഞാൻ നിങ്ങൾക്കൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. അത് നോക്കൂ. പാദം വലുത് സ്പോട്ടഡ് ഹൈന ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ്ട്രീംലി ഫെറോസിസ് ആയിരിക്കും. ഓക്കെ, മാക്സിമം എത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റും? വീട്ടിൽ ചെന്ന ഉടനെ സ്കൂളിലേക്ക് ലേറ്റായിട്ടാ പോയെന്ന് അമ്മയോട് പറയില്ലെന്ന് സത്യം ചെയ്യാം. ഇന്ന് ഞാൻ സ്കൂളിലേക്ക് ഫോൺ കൊണ്ടുപോയി എന്നുള്ള കാര്യം അച്ഛനും അമ്മയോട് പറയില്ലാന്ന് എനിക്ക് സത്യം ചെയ്തു തരണം. പ്ലീസ് അച്ഛാ. She is not at all in control, Parthiva. ഹൈന ഈസ് എ സോഷ്യൽ ആനിമൽസ് മിസ്റ്റർ ജോഷി. കൂട്ടമായിട്ട് ജീവിക്കും. ഇവിടെ ഒരു ഹൈന തനിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വഴിതെറ്റി വന്നതായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ക്ലാൻസ് ചത്തതായിരിക്കും. ജനങ്ങൾ ഭയന്ന് അതിനെ കൊല്ലാൻ നോക്കും. നമ്മൾ വേണം ജീവനോട് അതിനെ പിടിക്കാൻ. ഇതൊന്നും അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചാൽ അവസാനം അത് നമ്മുടെ പണി തീർക്കും. എന്ത് ചെയ്യാം? വാട്ട് യു സജസ്റ്റ്? വാക്കി ടോക്കി. Hey, channel 3. We are rolling channel 3. അച്ഛാ, ഞാനും കൂടെ വരാം. ഐ വിൽ ബി ഹെൽപ്ഫുൾ. നീ വണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങാതിരുന്ന നീ ചെയ്യുന്ന ഏറ്റവും വലിയ ഹെൽപ്പായിരിക്കും അത്. നിന്റെ അമ്മയുടെ ചീത്തവിളി കേൾക്കാൻ താല്പര്യമില്ല. ഓക്കെ, सर DFO പറഞ്ഞിട്ടാണ് സർ. सर, ये बैरिकेड्स अपने यहाँ क्यों रखा है सर? जानवर अंदर आएगा सर, स्कूल के अंदर. बहुत रिस्की है, आप हटाइए सर प्लीज. रेंजर साहब, एक काम कीजिए, मैं आपको है ना मेरा ड्रेस देता हूँ. मेरा काम भी आप ही कर लीजिए. सुनाई नहीं दे रहा क्या? जल्दी करो. യാ ജോഷി, ഇവന്മാർ ഇവിടെ എന്തൊക്കെ കാണിച്ചോണ്ടിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നിങ്ങൾ സയൻസിന് പോയി ട്രയാങ്കുലേസർ റെഡിയാക്കാൻ നോക്കുക. എവിടെ നിന്നാ ഫയർ ചെയ്യേണ്ടത് ഞാൻ നിങ്ങളോട് പറയാം. യെസ്, ഓക്കെ. മരണ വെപ്രാളത്തിൽ അത് രക്ഷപ്പെടാൻ വേണ്ടി ഇടം തേടിക്കൊണ്ടിരിക്കുക. അത് മനസ്സിലാക്കാൻ ആൾക്കാർ കൊല്ലാൻ നോക്കുന്നു. ഇങ്ങനെ പോയാൽ ഹൈന ഉറപ്പായിട്ട് സ്കൂളിൽ കയറും. ജോഷി, നിങ്ങൾ ട്രയാങ്കുലേസർ എടുത്ത് സ്കൂളിന്റെ ബെസ്റ്റ് എൻഡിലേക്ക് വാ. सब बच्चे अंदर जाओ, सारे बच्चे अंदर जाओ, सारे बच्चे अंदर जाओ. सारे स्टूडेंट्स क्लासरूम के अंदर जाओ. इट्स एन इमरजेंसी. टीचर्स एंड स्टाफ, सारे बच्चों को संभाल कर अंदर लेके चलिए. देयर इज नो टाइम. हरी अप. ट्रैंक्विलाइजर गन के लिए परमिशन मिल गया. मैं गन लेके जा रहा हूँ.
യൂഷ്വലായിട്ട് എയിം ചെയ്യുന്ന പോലെ അതിന്റെ കഴുത്ത് നോക്കി എയിം ചെയ്യരുത്. കാരണം അതിന്റെ ലാഫ് എത്ര ഹൈ ആണോ അതുപോലെ അതിന്റെ സ്ട്രൈക്കിംഗ് ഫോഴ്സും ഹെവി ആയിരിക്കും. എയിം ഫോർ ദ ലങ്സ്. ഷൂട്ട്. ഇതാണ് പെർഫെക്റ്റ് ടൈം. ഷൂട്ട് ചെയ്യൂ ജോഷി. പ്രശ്നം നടക്കുന്ന സമയത്ത് നമ്മളെ പോലെ ഇറങ്ങി പ്രവർത്തിക്കാൻ അത് മനുഷ്യരല്ല, മിഷ്യനാ. മാസത്തോളം സർവീസ് ചെയ്യണം. എടാ സിധു, അച്ഛാ നിന്റെ സ്പെയർ എടുക്ക. നിന്റെ ഷൂലേസ് വേഗം ജോഷിക്ക് കൊടുക്ക. ശരി അച്ഛാ. You heard your dad, right? Give me your shoelaces. അങ്കിൾ ആ ജാവലിന് എണ്ണീത്താ. എന്താ? അച്ഛനോട് പറഞ്ഞേക്ക്. I'm throwing. Parthiban, here it comes. പേര് പാർത്ഥിബൻ, മലയാളിയാ. ആനിമൽ റെസ്ക്യൂവർ. ഇവിടെ അടുത്തൊരു കോഫി ഷോപ്പ് ഉണ്ടായേക്ക്.